ഇതിപ്പോൾ നമ്മൾ റെക്കോർഡിങ്ങിന് വേണ്ടി എടുത്ത കേക്കാണിത്, ഡെക്കറേറ്റ് ചെയ്തത്. ഇതിന് നിങ്ങൾ ഇട്ടിരിക്കുന്ന പേരെന്താ? മിനി കേക്ക്. 750 ഗ്രാമുള്ളതാണ് മിനി കേക്ക്. അപ്പോൾ ഇതെന്ത് ചാർജ് ചെയ്യും? ഇത് 400 രൂപ. ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഫ്ലേവറിലാണ് ഈ മിനി കേക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പം 4ാമത്തെ വർഷമാണ് ഞാനിങ്ങനെ ഈ ടൈപ്പ് കേക്ക് ചെയ്യുന്നത്. അതിൽ 3 വർഷമായിട്ട് ഈ റേറ്റ് തന്നെയാണ് 400 രൂപ. ഇത് 1 kg ബട്ടർ സ്കോച്ച് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കുന്നത്. 4 മുട്ട. ഹലോ ഫ്രണ്ട്സ്, കുഞ്ഞു സ്റ്റോറിയുമായി മനുവാണ്. കഴിഞ്ഞ 5 വർഷമായി ഹോം ബേക്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അരൂക്കുറ്റിയിലുള്ള ശ്രീജയെക്കുറിച്ചുള്ള അഞ്ജലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാണ് ഈ യാത്ര. ലാഭത്തിനപ്പുറം കേക്ക് നിർമ്മാണം ഒരു പാഷനായി കണ്ട് ജീവിത വിജയം നേടുന്ന അരൂക്കുറ്റിക്കാരുടെ പ്രിയപ്പെട്ട കേക്കുണ്ടാക്കുന്ന ചേച്ചിയുടെ ശ്രീജയുടെ കഥയുമായി കുഞ്ഞു സ്റ്റോറിയുടെ പുതിയ പങ്ക്തി സംരംഭം. നിങ്ങളൊരു സംരംഭകനോ സംരംഭകയോ ആണോ? നിങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് സൗജന്യമായി ലോകത്തോട് പറയണമോ? എങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. തികച്ചും സൗജന്യമായി നമുക്കത് ഈ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക.
സംരംഭത്തിൻ്റെ ആദ്യ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പേര് ശ്രീജ. ഇത് അരൂക്കുറ്റി സ്ഥലം അല്ലേ? അരൂക്കുറ്റി പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്ത്. പഞ്ചായത്ത് ഓഫീസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ? ഹോം ബേക്കറി തുടങ്ങിയിട്ടപ്പോൾ എത്ര നാളായി? 5 വർഷം കഴിഞ്ഞു. 5 വർഷമായിട്ട്. കസ്റ്റമേഴ്സൊക്കെ അത്യാവശ്യം അന്ന് സ്റ്റാർട്ടിങ്ങിലുള്ള കസ്റ്റമേഴ്സ് പുതിയ ആൾക്കാർ വരുന്നുണ്ട്. എന്നാലും അന്ന് തുടങ്ങിയുള്ള കസ്റ്റമേഴ്സ് ഇപ്പോഴും എൻ്റെ തന്നെയാണ് വാങ്ങുന്നത്. 5 വർഷമായിട്ടുള്ളവർ 5 വർഷമായിട്ടുള്ളവരുണ്ട്. ഒരുപാട് കുട്ടികളുടെ ഫസ്റ്റ് ബർത്ത്ഡേ തൊട്ട് 5ാമത്തെ ബർത്ത്ഡേ വരെ ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട്. പബ്ലിസിറ്റി ഒന്നും നമ്മൾ ഇല്ലാതെ ഇല്ല, ഒരു ബോർഡ് പോലും വെച്ചിട്ടില്ല. വീടിന് ഫ്രണ്ടിലോ റോഡിലോ ഒന്നും ഒരു ബോർഡ് പോലും ഇതുവരെ വെച്ചിട്ടില്ല. വേറെ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല. എൻ്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇടും ചെയ്യുന്ന കേക്കുകളുടെ ഫോട്ടോ, പിന്നെ FB-യിലൊരു പേജുണ്ട്, അതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിലപ്പുറത്ത് വേറെ ഒന്നുമില്ല. ഫേസ്ബുക്ക് പേജിന്റെ പേരെന്താ? അങ്കിത് വിജയ്. ഇവിടെയുള്ള ആൾക്കാരുടെ സപ്പോർട്ട് തന്നെ, അരൂക്കുറ്റിയിലുള്ള ആൾക്കാരുടെ സപ്പോർട്ട്. ഇവിടെ ഞാൻ ഫസ്റ്റിൽ ഇത് കൊറോണ ടൈമിൽ ചെയ്തു തുടങ്ങി. അടുത്തുള്ള ആൾക്കാർക്ക് കൊടുത്ത് നല്ല അഭിപ്രായം കിട്ടിയപ്പോഴത്തേക്ക് പിന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ ഓർഡർ തന്നെയാണ് ആദ്യം എനിക്ക് കിട്ടിയത്. അവർ പറഞ്ഞു കേട്ടിട്ട ഓരോരുത്തർ വാങ്ങാൻ തുടങ്ങി. ഞാൻ എല്ലാ ഫ്ലേവറും, ഒരുമാതിരിപ്പെട്ട എല്ലാ ഫ്ലേവറും, നോർമലായിട്ട് വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ്, പിന്നെ റെഡ് വെൽവെറ്റ്, സ്ട്രോബെറി, ബ്ലൂബെറി, ബട്ടർ സ്കോച്ച്, ചോക്ലേറ്റ് കേക്ക്, ടെൻഡർ കോക്കനട്ട്, അങ്ങനെ ഒരുമാതിരി എല്ലാ കേക്കിൻ്റെ റെസിപ്പിയും ഞാൻ ചെയ്യാറുണ്ട്. ഫ്രഷ് ഫ്രൂട്ടിൻ്റെത് ഞാൻ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും നമുക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് അതിൻ്റെ ക്രഷ് വാങ്ങാനും കിട്ടും. ഫ്രഷ് ആയിട്ട് നമുക്ക് ഫ്രൂട്ട് വെച്ച് ചെയ്യാം. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രഷ് ഫ്രൂട്ട് വെച്ചിട്ട്, ഇപ്പോൾ മാംഗോ കേക്ക് ആണെങ്കിൽ നമ്മൾ മാമ്പഴം വാങ്ങിയിട്ട് അതിൻ്റെ ക്രഷ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കേക്കിൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ടേസ്റ്റ് ഒരുപാട് വ്യത്യാസം വരും. അതായത് ക്രഷ് ഉപയോഗിച്ച് ചെയ്യണതും ഫ്രഷ് ഫ്രൂട്ട് നമ്മൾ തന്നെ ക്രഷ് അതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കി ചെയ്യണതിൻ്റെ ടേസ്റ്റ് നല്ല വ്യത്യാസം വരും. അപ്പം ഞാനെപ്പോഴും ചെയ്യുന്നത് ഫ്രഷ് ഫ്രൂട്ട് വാങ്ങിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം പൈനാപ്പിൾ ആണെങ്കിലും മാംഗോ ആണെങ്കിലും അതൊക്കെ എല്ലാം ഫ്രഷ് ഫ്രൂട്ട് വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. പിന്നെ ബാക്കി സ്ട്രോബെറി ഒക്കെ സ്ട്രോബെറി ആണെങ്കിലും ഫ്രഷ് ഫ്രൂട്ട് അത് സീസൺ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന അതുപോലെ അതും ചെയ്യാറുണ്ട്. മാക്സിമം ക്രഷും പിന്നെ കളറ് അതൊക്കെ കസ്റ്റമർ ആവശ്യപ്പെടുമെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുള്ളൂ. മാക്സിമം കളറൊക്കെ കുറച്ച് യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കും. 5 വർഷമായി തുടങ്ങിയിട്ട്. 5 വർഷമായി. ഇപ്പോഴും ഉണ്ട്. ആരും ഒരു നെഗറ്റീവ് കമൻറ്റ് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഈ 5 വർഷം ചെയ്ത കേക്കിലും ഒരാൾ പോലും ഇന്നുവരെ നെഗറ്റീവ് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും നല്ല അഭിപ്രായം, എല്ലാ കേക്കിനും ഇതുവരെ ചെയ്ത എല്ലാ കേക്കിനും നല്ല അഭിപ്രായം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എറണാകുളം, ആലപ്പുഴ ജില്ല, ആലപ്പുഴയും എറണാകുളം ജില്ലയിലും ഹോം ഡെലിവറി ചെയ്യും. ഇത് കുറഞ്ഞത് ഒരു 3 ദിവസം എന്ന് വെച്ചാൽ ഞാൻ ഈ ചെയ്യണതെന്ന് വെച്ചാൽ അത്രയും ടൈം എടുത്ത് ചെയ്യുന്ന ആളാണ്. ഒരുപാട് ഓർഡർ വരുന്ന എല്ലാ ഓർഡറും ഞാൻ എടുക്കാറുമില്ല. എൻ്റെ സമയം നോക്കിയിട്ട് ഓരോ ഓർഡറിനും ഓരോ കേക്ക് ചെയ്യുമ്പോഴും അതിൻ്റേതായ സമയം എടുത്ത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഫാസ്റ്റായിട്ട് നമ്മൾ കാശ് മാത്രം നോക്കിയിട്ട് ഫാസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കാറില്ല. ഒരു വനിതാ സംരംഭകയാണ്, ചെറിയ രീതിയിലെങ്കിലും 5 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുന്നവരോട് എന്താ പറയാനുള്ളത്? ഇതിലേക്ക് വരുന്നവരെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ക്യാഷ് മാത്രം നോക്കരുത്. നമുക്കിത് നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് നമുക്കൊരു പാഷൻ കൂടെ വേണം. നമ്മളത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആ ഒരു ഇതിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും വിജയിക്കാനും പറ്റും. നമുക്കത് മടുപ്പില്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് ഇത്രയും 5 വർഷം കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഒപ്പം ചെയ്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരൊക്കെ 6-7 മാസമായപ്പോഴത്തേക്ക് ഇട്ട് കളഞ്ഞു. കാരണം അവർക്ക് അതിനോട് ചെയ്യാനുള്ളൊരു മടുപ്പ്, കുറച്ച് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഒരു മടുപ്പ് തോന്നും. ഇത് നമ്മൾ ആ മടുപ്പില്ലാതെ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ചെയ്യുന്നതിനോട് നമുക്കൊരു പാഷൻ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഓർഡർ വേണം, കേക്കിൻ്റെ ഓർഡർ വേണം. അപ്പോൾ ഫോൺ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഫോൺ നമ്പറിലേക്ക് ഇപ്പം മിക്കവാറും എല്ലാവരും വാട്സാപ്പ് ചെയ്യണം. വാട്സപ്പിൽ 2 വാട്സപ്പ് നമ്പറുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യണം. ഞാൻ സ്ക്രീനിൽ കൊടുക്കാം നമ്പർ. ഇതിപ്പോൾ നമ്മൾ റെക്കോർഡിങ്ങിന് വേണ്ടി എടുത്ത കേക്കാണിത്, ഡെക്കറേറ്റ് ചെയ്തത്. ഇതിന് നിങ്ങൾ ഇട്ടിരിക്കുന്ന പേരെന്താ? മിനി കേക്ക്. 750 ഗ്രാമുള്ളതാണ് മിനി കേക്ക്. അപ്പോൾ ഇതെന്ത് ചാർജ് ചെയ്യും? ഇത് 400 രൂപ.
ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഫ്ലേവറിലാണ് ഈ മിനി കേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പം ഇതിപ്പം 4ാമത്തെ വർഷമാണ് ഞാനിങ്ങനെ ഈ ടൈപ്പ് കേക്ക് ചെയ്യുന്നത്. അതിൽ 3 വർഷമായിട്ട് ഈ റേറ്റ് തന്നെയാണ്, 400 രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് 3ാമത്തെ വർഷമാണ് 400 രൂപയ്ക്ക് കൊടുക്കുന്നത്. 3/4 കിലോ കേക്കിന്റെ ഒരു മിനി കേക്ക്. അപ്പൊ സാധാ കേക്ക് സാധാ 1 kg കേക്ക് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നാലും 1.5 കിലോ ഒക്കെ വരും. 1 300, 1 400, 1 500, ചിലത് 1 600 വരുന്ന കേക്കുകളും ഉണ്ട്. 1 കിലോ ചാർജിൽ റേറ്റ് ചോദിക്കും. ഇപ്പം ഞാൻ 1/2 കിലോ റെഡ് വെൽവെറ്റിന് 500 മേടിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കും 1/2 കിലോക്ക് 500 രൂപ. അപ്പോൾ പുറത്ത് ചിലപ്പോൾ 1/2 കിലോക്ക് 400 അല്ലെങ്കിൽ 450 ഉണ്ടാവുള്ളൂ. പക്ഷേ എൻ്റെ 1/2 കിലോ എന്ന് പറയുമ്പോൾ അത് 3/4 കിലോ വരും. അതാണ് ബേക്കറിയിൽ ഇതുമായിട്ടും നമ്മളൊരു ഹോം മെയ്ഡ് സാധനവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ബേക്കറിയിലെ ഹോം മെയ്ഡായിട്ട് നമ്മൾ ചെയ്യുന്നത് നല്ല വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ഇതിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് മാക്സിമം നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും നല്ല സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം മൈദയാണെങ്കിലും പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, അങ്ങനെ എല്ലാ സാധനങ്ങളും, കളറാണെങ്കിലും ഇപ്പോൾ കളേഴ്സൊക്കെ തന്നെ നമുക്ക് ലിക്വിഡ് കളറൊക്കെ നല്ല റേറ്റ് കുറവിന് നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ജെൽ കളർ അത് അത്രയും നല്ല കമ്പനിയുടെ നല്ല ജെൽ കളർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ കളർ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു വരുന്ന കസ്റ്റമറിന് അങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത്. വെഡിങ് ഫംഗ്ഷൻ അങ്ങനെയുള്ള ഇതിനൊക്കെ ഒരുപാട് വെഡിങ് കേക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിലൊക്കെ 2-3 വെഡിങ് കേക്ക് ചെയ്തിട്ടുണ്ട്. ശ്രീജയ്ക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണും വരെ ജയ് ഹിന്ദ്.